ആലപ്പുഴ കായംകുളത്ത് വാഹനാപകടത്തിൽ പരിക്കേറ്റ യുവതിക്ക് നേരെ രക്ഷാപ്രവർത്തനത്തിനിടെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയിൽ ഉന്നത വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കും. യുവതിയുടെ ആവശ്യം പരിഗണിച്ചാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശം വരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധറുണ്ട് വിശദാംശങ്ങളുമായി. റിനു, അങ്ങനെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? റിസ്ന, അനിൽ, ഇക്കഴിഞ്ഞ 4-ാം തീയതിയാണ് തിരുവനന്തപുരം കായംകുളത്ത് വെച്ച് ഈ പെൺകുട്ടിയെ രക്ഷാപ്രവർത്തനത്തിനിടെ ലൈംഗികാതിക്രമം നടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കായംകുളം പോലീസിന് പരാതി ലഭിക്കുന്നത്. പക്ഷേ അന്വേഷണത്തിൽ വീഴ്ച ഉണ്ടായി. തുടർന്നാണ് മാധ്യമങ്ങളോടടക്കം ഈ യുവതി പരാതി പറയുന്നൊരു സാഹചര്യം. അതിനുശേഷം ഈ അന്വേഷണത്തിൽ തൃപ്തിയില്ലാത്തത് എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയാണ് DGPക്ക് കഴിഞ്ഞ ദിവസം പരാതി നൽകുകയും ചെയ്തത്. ആ പരാതിയിൽ കൃത്യമായി തന്നെ യുവതി ആവശ്യപ്പെട്ടത് ഒരു വനിതാ ഉന്നത ഉദ്യോഗസ്ഥയെ കൊണ്ട് ഈ കേസ് അന്വേഷിപ്പിക്കണം എന്നുള്ളതാണ്. നിലവിൽ DGP അത് അംഗീകരിച്ചിട്ടുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയെ കൊണ്ട് ഈ കേസ് അന്വേഷിപ്പിക്കാൻ വേണ്ടി ഒരു തീരുമാനമായിട്ടുണ്ട്. ആലപ്പുഴ SP-ക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഒപ്പം നിലവിൽ കായംകുളം DYSP-ക്കാണ് അന്വേഷണ ചുമതല. അദ്ദേഹത്തിന്റെ അന്വേഷണത്തിലാണ് വലിയ വീഴ്ച സംഭവിച്ചത്. ഒരു 164 സ്റ്റേറ്റ്മെന്റോ അല്ലാതെ സാധാരണ രീതിയിലുള്ള ഒരു മൊഴി പോലും അല്ലെങ്കിൽ മെഡിക്കൽ പരിശോധന പോലും ആ ഘട്ടത്തിൽ ഈ യുവതിയുടെ എടുത്തിരുന്നില്ല പോലീസ്. ഈ വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്ന് വലിയ വിവാദമായ സാഹചര്യത്തിലാണ് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുകയും വൈദ്യപരിശോധന നടത്തുകയും ഒക്കെ തന്നെ ചെയ്ത് ഏകദേശം 10 ദിവസത്തിന് ശേഷം എന്തായാലും കഴിഞ്ഞ ദിവസം DGPയെ കണ്ട് പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അന്വേഷണത്തിൽ തൃപ്ത അല്ല എന്നുള്ളതാണ് യുവതി പരാതിയായി നൽകിയത്. തുടർന്ന് DGP വനിതാ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കുവാൻ വേണ്ടി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ്. ശരി, ഏതായാലും ആലപ്പുഴ കായംകുളത്ത് വാഹനാപകടത്തിൽ പരിക്കേറ്റ യുവതിക്കു നേരെ രക്ഷാപ്രവർത്തനത്തിനിടെ ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയിൽ ഉന്നത വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്ന വിവരം. റിനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.